വാർത്തയിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിസിമാരുടെ കാരണം കാണിക്കൽ നോട്ടീസിൽ തീരുമാനം കോടതി വിധിക്ക് ശേഷമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരിക്കുന്നു. വിസിമാരുടെ വാദം കേൾക്കും, തുടർ നടപടികൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും ഗവർണർ പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തിലടക്കം വിസിമാരുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്, അതായത് കോടതി വിധിക്ക് ശേഷം ഒരു അന്തിമ തീരുമാനം അറിയിക്കാമെന്നാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ കോടതി വിധിക്ക് ശേഷം വിസിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ ഏകപക്ഷീയമായി നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി വിധി മുമ്പിലിരിക്കെ എങ്ങനെയാണ് സർക്കാരിന് ഏകപക്ഷീയമായി നിലപാടെടുക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു. സർവകലാശാലകളെ മെച്ചപ്പെടുത്താനാണ്, അതായത് സർവകലാശാലകളെ മെച്ചപ്പെടുത്താനാണ് താൻ ശ്രമിച്ചതെന്നും അതോടൊപ്പം തന്നെ ഈ കാരണം കാണിക്കൽ നോട്ടീസ് വിസിമാരുടെ കാരണം വിശദീകരണം ആവശ്യപ്പെട്ട് അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസുകളിൽ 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ അന്തിമ തീരുമാനം, ഈ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം കോടതി വിധിക്ക് ശേഷമെന്നും പറയുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭദ്ര ഉണ്ണി, അതുപോലെ തന്നെ വിസിമാരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ? കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോടതി ഇത്തരത്തിൽ അവരുടെ ഒരു ഹർജി പരിഗണിക്കുകയുണ്ടായി. 10 വിസിമാരുടെ ഹർജിയായിരുന്നു പരിഗണിച്ചത്. ഇതിപ്പോൾ 7ാം തവണ എത്രയോ ആണ്. എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി തവണ നേരത്തെയും ഇത്തരത്തിൽ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിസിമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഭദ്ര, വിസിമാരുടെ ഒരു പ്രതികരണം ഈ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണത്. വാദം നടക്കുകയാണ്. അതേസമയം തന്നെ ഈ ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കോടതി തന്നെ ഗവർണറെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ പോയിരുന്നു. എന്നാൽ ഗവർണർ പറയുന്നത് ഹൈക്കോടതി തന്നെ വിമർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഹൈക്കോടതി വിമർശിച്ചു എന്നത് ഒരു മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾക്കൊരു വിമർശനം കൂടിയാണ് ഗവർണർ ഭാഗത്തുനിന്നുണ്ടായത്, മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ നൽകുന്നതെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ തന്നെ വൈസ് ചാൻസലർമാരുടെ വാദം, ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള ശേഷമുള്ള വൈസ് ചാൻസലർമാരുടെ വാദം അദ്ദേഹം കേൾക്കും. കാരണം കാണിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നടപടികൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും ഗവർണർ പറഞ്ഞു. സുപ്രീം കോടതി വിധി പ്രകാരം UGC നിയമം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭദ്ര, ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭ്യമായത്. കോടതി വിധിക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാം എന്നാണ് ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്.